കാസർഗോഡ് കാഞ്ഞങ്ങാട്ടേക്ക് പോകേണ്ടി വരുന്നു. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിനിടെ ഇപ്പോൾ പോലീസുമായി ഉന്തും തള്ളും. ഷാഫി പറമ്പലിനെ മർദ്ദിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിഷേധം ഉണ്ടായത്. അതിനിടയിലാണ് ഇപ്പോൾ പോലീസുമായി പ്രവർത്തകരുടെ ഉന്തും തള്ളും. അവിടെ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുകയായിരുന്നു. മാർച്ച് പോലീസ് തടഞ്ഞിരുന്നു. അവിടെയും ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. തൊട്ടു പിന്നാലെ ഇപ്പോൾ പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുകയാണ് പ്രവർത്തകർ. അവിടെ വാഹനങ്ങൾ തടഞ്ഞു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അതോടെയാണ് പോലീസ് ഇടപെട്ടത്. അതിന് തൊട്ടു പിന്നാലെ ഇപ്പോൾ ഉന്തും തള്ളും ഉണ്ടായിരിക്കുന്നു. പോലീസ് വലയം ഭേദിച്ച് മുന്നോട്ട് പോകാൻ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. പോലീസ് അവരെ ബലമായി അവിടെ തടയുന്നുണ്ട്. അരുൺ പാറയ്ക്കൽ, അരുൺ വിവരങ്ങൾ. ഉന്മേഷ്, ഈ കാഞ്ഞങ്ങാട് കാസർഗോഡ് KSDP റോഡാണ്, സംസ്ഥാന പാതയാണ്. ഇവിടെ വാഹനങ്ങൾ തടയാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ നടത്തി. അതായത് കാഞ്ഞങ്ങാട് DYSP ഓഫീസിന് തൊട്ട് മുൻവശത്ത് ഈ റോഡ് രണ്ട് സൈഡും ടയറൊക്കെ നിരത്തി ഉപരോധിച്ചുകൊണ്ടായിരുന്നു പ്രവർത്തകരുടെ പ്രതിഷേധമുണ്ടായത്. ഇപ്പോൾ ഈ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. ഇതിനിടെ പോലീസിന്റെ ലാത്തിയൊക്കെ പിടിച്ചു വാങ്ങിക്കൊണ്ട് പ്രതിഷേധം നടത്തുകയാണ് പ്രവർത്തകർ. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളുമാണ്. ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നുണ്ട്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു. പോലീസ് ഈ വാഹനങ്ങൾ, അതായത് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞിട്ട വാഹനങ്ങൾ അത് വിടാനുള്ള, അതായത് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാനുള്ളൊരു നീക്കം പോലീസ് നടത്തുന്നുണ്ടായിരുന്നു. അതിനിടയ്ക്കാണ് ഈ സംഘർഷം ഉണ്ടായത്. ഇപ്പോൾ ഒരു ഭാഗത്ത്, അതായത് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന ആ വരിയിലാണ്, ആ റോഡിലാണ് ഇപ്പോൾ ഈ സംഘർഷം നടക്കുന്നത്. കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ അവിടെ നിന്ന് പ്രവർത്തകരെ പിടിച്ച് മാറ്റി, കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന റോഡിൽ നിന്ന് പ്രവർത്തകരെ മാറ്റിയിട്ടുണ്ട്. ഇപ്പോഴും പ്രവർത്തകർ ഇവിടെ കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഈ ടയറൊക്കെ നിരത്തിക്കൊണ്ടാണ് പ്രവർത്തകരുടെ പ്രതിഷേധമുള്ളത്. ശക്തമായ പ്രതിഷേധമാണ്. പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളും അതിനിടയ്ക്ക് ഉണ്ടായി. പ്രതിഷേധം ശക്തമാവാനാണ് തീരുമാനം. തീർച്ചയായിട്ടും കേരളത്തിലെ 14 ജില്ലകളിലും കേരളത്തിൽ 9 യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും ശക്തമായ പ്രതിഷേധങ്ങൾ ഉണ്ടാകും. KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ് കൂടിയായ ശ്രീ ഷാഫി പറമ്പലിനെ ക്രൂരമായാണ് പോലീസ് മർദ്ദിച്ചത്, അകാരണമായാണ് പോലീസ് മർദ്ദിച്ചത്. തീർച്ചയായിട്ടും കാസർഗോഡ് അടക്കം, കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ ശക്തമായ പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ തന്നെയാണ് സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെയും KPCCയുടെയും തീരുമാനം. ഉന്മേഷ, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസാണ് നമ്മളോട് പ്രതികരിച്ചത്. ജോമോൻ ജോസ് നേരത്തെ പോലീസിനെ തല്ലിയാലും ചോര വരുമെന്ന രീതിയിലുള്ള ഒരു വെല്ലുവിളി പ്രസംഗമൊക്കെ നടത്തിയിരുന്നു. ഇപ്പോഴിതാ ശക്തമായ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുന്നു. ഈ KSDP റോഡ്, സംസ്ഥാന പാത, അത് ഉപരോധിച്ചുകൊണ്ട് കുറേ നേരമായി, 15 മിനിറ്റിലധികമായി ആ റോഡ് ഇങ്ങനെ ഉപരോധിച്ചുകൊണ്ടിരിക്കുകയാണ്. യാത്രക്കാർ ഒന്നടങ്കം ഇവിടെ പെട്ടുകിടക്കുന്നുണ്ട്. ഈ റോഡിൽ കാസർഗോഡ് ഭാഗത്തേക്കും അതുപോലെ തന്നെ തിരിച്ച് നീലേശ്വരം ഭാഗത്തേക്കുമൊക്കെ ആളുകൾക്ക് പോവാൻ കഴിയാത്ത രീതിയിലാണ് ഈ റോഡ് ഉപരോധമുള്ളത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ കടന്നിരുന്നു. ആദ്യഘട്ടത്തിൽ സമാധാനപരമായാണ് ഈ പ്രതിഷേധം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കേണ്ട അവസ്ഥ വരെ ഇതിലുണ്ടായി. പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് ഉൾപ്പെടെ മറികടന്നുകൊണ്ട് പോലീസിനെ ആക്രമിക്കാനുള്ള ഒരു നീക്കം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഇപ്പോൾ ഈ റോഡ്, അതിനുശേഷമാണ് ജലപീരങ്കി തുടർച്ചയായി പ്രയോഗിച്ചപ്പോഴാണ് പ്രവർത്തകർ അവിടെ നിന്ന് മാറി ഈ റോഡിലേക്ക് ഇറങ്ങിയത്, കാഞ്ഞങ്ങാട് കാസർഗോഡ് സംസ്ഥാന പാതയിലേക്ക് ഇറങ്ങിയത്. ഇപ്പോൾ ഒരു ഭാഗത്തെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധം ശക്തമാവുകയാണ്. ഈ റോഡിൽ നിന്ന് മാറാൻ പ്രവർത്തകർ ഇതുവരെയും തയ്യാറായിട്ടില്ല. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു നീക്കം പോലീസ് നടത്തിയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ ഒരു സംഘർഷമുണ്ടായി, ഒരു ഉന്തും തള്ളുമുണ്ടായി. അതിനുശേഷം പോലീസ് ഒരു സമവായ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇപ്പോൾ ആ പ്രതിഷേധത്തിനോട് പോലീസ് ഒരു സമാധാനപരമായ കാര്യമാണ് പോലീസ് കൈക്കൊള്ളുന്നത്. എന്തായാലും പ്രതിഷേധം ശക്തമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.